സമാപിക്കുമ്പോൾ 10,000-കണക്കിന് പേർ ആ യാത്ര അവിടെ ഉപ്പുകുറുക്കി സമാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ന് അവരെയൊക്കെ ചരിത്ര പുരുഷന്മാരാക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഗവൺമെന്റും അതുപോലെ തന്നെ ഇതിന്റെ ആളുകളെല്ലാം നീക്കം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി വരെയുള്ള ഏതാണ്ട് 400-അടുത്ത് 370-390 കിലോമീറ്റർ നടന്നു. എത്ര കിലോമീറ്റർ? 390 കൂട്ടി. 390 കിലോമീറ്റർ എവിടത്തേക്ക് എത്തിയെന്നറിയോ? എവിടത്തേക്ക് എത്തി? കാഞ്ഞങ്ങാട്ടേക്ക് എത്തോ? ഇല്ല. എത്ര കഴിയും? മംഗലാപുരത്തേക്ക് ആകെ 80-90 കിലോമീറ്റർ ഉള്ളൂ. എറണാകുളത്തേക്ക് നടക്കണം. എറണാകുളത്തേക്ക് 360 കിലോമീറ്ററാണ്. അത്ര ദൂരത്തേക്ക് നടന്നെത്തുമ്പോഴേക്ക് രാജ്യത്താകെ ഈ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വലിയ സമരങ്ങൾ ഈ നമ്മുടെ രാജ്യത്തൊട്ടാകെ ആരംഭിച്ചു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഇവിടെ നിന്നാണ്. ഇവിടെ നമ്മുടെ തൊട്ടടുത്താണ് പയ്യന്നൂര് നമ്മുടെ നേതാക്കന്മാരായ ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഒരു മഹത്തായ സമരത്തിന്റെ ഒരു പുനരാവിഷ്കാരം ഇവിടെ നയനാർ സ്മാരക വായനശാല നടത്തുകയാണ്. അതിലൂടെ നിങ്ങളും കൂടി എന്താവുകയാണ്? ആ ചരിത്രത്തിലേക്ക് നേരത്തെ സ്വാഗത ഭാഷകൾ സൂചിപ്പിച്ചതുപോലെ ആ ചരിത്രത്തിന്റെ കൂടെ നിങ്ങൾ നടക്കുകയാണ്. അത് നാളെ നമ്മുടെ രാജ്യത്തിന് ഒരു സച്ചിൻ നടന്നോ?